ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കൈതയാണ്. കൈതച്ചക്ക നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് ഒരു വർഷം മുന്നേ ഷിലുവണ്ണൻ്റെ അളിയൻ തന്നു വിട്ടാണ്, തുളസിയണ്ണം തന്നു വിട്ടാണ് കേട്ടോ. അങ്ങ് തൊടുപുഴയും തന്നു വിട്ടാണ്. അപ്പോൾ അത് നമ്മളെന്തായിരുന്നാലും നമുക്ക് ഈ സ്ഥലത്ത് കുറച്ചൊന്ന് വെച്ചേക്കാം, ഇതൊക്കെ എങ്ങനെ ഉണ്ടാകും എന്നറിയാൻ വേണ്ടിയിട്ടൊന്ന് വെച്ച് പിടിപ്പിച്ച് 8 മൂടാണ് നമ്മൾ വെച്ചത്. അപ്പോൾ അതിനകത്ത് ഞാനിപ്പം ദുബായി പോകാൻ നേരത്ത് പയ്യൊന്ന് പൂക്കാൻ തുടങ്ങി 2-3 അപ്പം ഞാൻ എന്ത് ചെയ്ത് കുറച്ച് പുല്ലെല്ലാം കൂടി പറിച്ച് അതിൻ്റെ മുകളിലിട്ടിട്ട് പോയതാണ്. പക്ഷേ ഇപ്പോൾ അത് കാട് പോലെ ഇരിക്കുന്നു, പുല്ല് പറിച്ചൊക്കെ ഉണങ്ങി കിടപ്പുണ്ട്. അപ്പോൾ വന്നപ്പോൾ എന്തായിരുന്നാലും ഭാഗ്യത്തിന് 3 കൈതച്ചക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് ഒരെണ്ണം ഇച്ചിരി പഴുക്കുന്ന പോലെ ഒരു 3-4 ദിവസം മുന്നേ തോന്നിയപ്പോഴത്തേക്ക് ഞാനതൊന്ന് പറിച്ച് വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഇന്നപ്പം ബാക്കി 2 കൂടി നിൽക്കുന്നു. അത് പറിച്ച് വെച്ച് ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇനി വല്ല കിളികളോ വെള്ളമൊക്കെ തിന്നിട്ട് പോയി കഴിഞ്ഞാൽ നമുക്കത് കിട്ടത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് പറിച്ച് വെച്ചേക്കാനും കരുതി വന്നാണ്. അപ്പോൾ ഒരു വീഡിയോ എടുത്തേക്കാനും കരുതി. അപ്പോൾ നിങ്ങളൊക്കെ കൈതച്ചക്ക കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുള്ളവർ ഒത്തിരി ഉണ്ടെന്നറിയാം. എന്നാലും നമ്മുടെ സ്വന്തം പറമ്പിൽ നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കുന്ന ഒരു കൈത ഉണ്ടല്ലോ, അത് വെറും 8 മൂട് മാത്രം. അതിനകത്ത് 3 ഉണ്ടായുള്ളൂ, ബാക്കിയൊക്കെ ഇനി ഉണ്ടാകണം. അപ്പോൾ അത് ഞാൻ വിളവെടുക്കുമ്പോൾ നിങ്ങളെ ഒന്ന് കാണിച്ചു തരണ്ടേ, അതുകൊണ്ടാണ് കേട്ടോ. ഇതാ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ കൈതച്ചക്ക. ഇത് കൈതച്ചക്കയുടെ കണ്ടോ, അതേ അതിൻ്റെ കൈതച്ചക്കയുടെ മുകളിലും ഉണ്ട് അതുപോലെ തന്നെ. ഇത് നമ്മൾ കുഴിച്ച് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് കൈതച്ചക്ക ഉണ്ടാകും കേട്ടോ. അങ്ങനെയാണ്. ഓക്കെ, എന്നാൽ ഇത് കണ്ടോ, ഇത് ഇങ്ങനെ നമ്മൾ ഒടിച്ചെടുക്കുന്നത് ഉണ്ടോ. എന്നിട്ട് നമ്മളത് വെച്ച് കുറച്ചും കൂടി പഴുപ്പിച്ചിട്ട് നമുക്ക് ജ്യൂസ് അടിച്ച് കഴിക്കാം, അല്ലാതെ കഴിക്കാം. അങ്ങനെയൊക്കെയാണ് ഈ കൈതച്ചക്കയുടെ കാര്യങ്ങൾ കേട്ടോ. പിന്നെ കണ്ടോ, വേറെ ഒരെണ്ണം കൂടി ഉണ്ട്. മറ്റേതൊക്കെ ഇനി ആകണം കണ്ടോ, കാണാമോ നിങ്ങൾക്ക്? ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇത് നമ്മൾ ഇങ്ങനെ ഒടിച്ചെടുക്കും കണ്ടോ, ഒടിച്ചിങ്ങനെ എടുത്ത്. ഇതാണ് കൈതച്ചക്ക. ഇതിന് മുന്നേ ഞാൻ എടുത്ത കൈതച്ചക്ക കണ്ടത് ഇവിടുന്നായിരുന്നു. ഇവിടെ ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് കൈതച്ചക്ക എടുത്തത് ഇപ്പം ഞാൻ അടുക്കള കൊണ്ട് വെച്ചിട്ടുണ്ട്. അത് പഴുത്തിട്ടുണ്ട് നന്നായിട്ട്. ഇതൊന്നും ഇതേ പൂവായില്ല. ഇനിയിപ്പം ബാക്കിയുള്ളത് 5 ഇനി പൂവാകാൻ കിടക്കുന്നു, കായ്ക്കാൻ കിടക്കുന്നു. ഓക്കെ, അപ്പം ഞാൻ ഹാപ്പിയാണ്, നിങ്ങൾ ഹാപ്പിയാണോ? എന്തായാലും നമ്മൾ കൃഷി ചെയ്തിട്ട് അതിൻ്റെ വിളവെടുക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ. ഓക്കെ, എന്നാൽ ബൈ. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ കൈതച്ചക്ക 8 നട്ടതിനകത്ത് 3 മാത്രമേ കായ്ച്ചുള്ളൂ. ബാക്കി ഇനി കായ്ക്കണം, എന്നത്തേക്കാണെന്ന് അറിയത്തില്ല. പൂവൊക്കെ ആയി വരട്ടെ. അപ്പം ആദ്യം കായ്ച്ച് ഈ നടുക്കിരിക്കുന്ന കൈതച്ചക്കയാണ് കേട്ടോ. അത് ഞാൻ 2-3 ദിവസം മുന്നേ പറിച്ച് വെച്ചതാണ്. കാരണം ഒത്തിരി പഴുക്കുന്നിടം വരെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം കിട്ടാതെ വേറെ എന്തെങ്കിലും തിന്നാലോ. അപ്പോൾ ഇന്ന് പറിച്ച് ബാക്കി 2 കൂടി. അപ്പോൾ ഇത് കണ്ടോ, അപ്പം ഇങ്ങനെ 3 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് നമ്മൾ പയ്യെ കണ്ടിച്ച് തിന്നും. അപ്പോൾ നിങ്ങളെല്ലാം ഓർക്കാം. ഓക്കെ, ഞാൻ ഹാപ്പിയാണ്, നിങ്ങളോ? ഓക്കെ, ബൈ ബൈ ബൈ.